കാസർഗോഡ് കാറെടുക്ക സൊസൈറ്റി തട്ടിപ്പിന് ഇരകളായവരിൽ എൻഡോസൾഫാൻ ദുരിതബാധിതയും 1 ലക്ഷം രൂപ പിൻവലിക്കാൻ എത്തിയപ്പോൾ 5000 രൂപ നൽകി മടക്കി അയച്ചുവെന്നാണ് പരാതി. CPMന്റെ നിയന്ത്രണത്തിലുള്ള കാറെടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 4,76 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതയായ കാറെടുക്ക മുണ്ടോൾ സ്വദേശി ലക്ഷ്മിക്ക് ദുരിതാശ്വാസ ധനസഹായമായി ലഭിച്ച 2.5 ലക്ഷം രൂപയാണ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത്. ഇതിൽ 1 ലക്ഷം രൂപ പിൻവലിക്കാൻ എത്തിയപ്പോൾ 5000 രൂപ മാത്രം നൽകി പറഞ്ഞയക്കുകയായിരുന്നു. ക്യാൻസർ ബാധിതയായ സഹോദരി നാരായണിക്ക് ചികിത്സാ ആവശ്യത്തിനായാണ് പണം പിൻവലിക്കാൻ ബാങ്കിലെത്തിയത്. ചികിത്സയ്ക്ക് ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയാണ് ഇവർ. വീട്ടിക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയത് എൻഡോസൾഫാൻ്റെ ഇത് 1 ലക്ഷം വേണമെന്ന്. അപ്പോൾ അപ്പ പറഞ്ഞു ഒന്നുമില്ല, 2 ആഴ്ച കഴിയും, നമ്മൾ ഉണ്ടെന്ന് തന്നൂടാന്നില്ല, ഇല്ല വന്നതില്ല എന്ന് പറഞ്ഞു. വേണം 5000 തരാന്ന് പറഞ്ഞിട്ട് 5000 തന്നു. 5000. ലക്ഷ്മിയെപ്പോലെ പണം പിൻവലിക്കാൻ നിരവധി പേർ ബാങ്കിലെത്തുന്നുണ്ട്. പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ അധിക തുക പിൻവലിക്കാൻ കഴിയില്ലെന്നാണ് ജീവനക്കാരുടെ നിലപാട്. പണം നഷ്ടപ്പെടില്ലെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ പണം ലഭ്യമാക്കുമെന്ന ആശ്വാസവാക്കും ലഭിച്ചു. അതേസമയം പണം തിരികെ നൽകാൻ സൊസൈറ്റിക്ക് സാധിക്കുമോ എന്നതിൽ ആശങ്കയുണ്ട്. 4,76 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയ സെക്രട്ടറി രതീഷിനെ പിടികൂടാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. 42 പേരുടെ സ്വർണവുമായാണ് സെക്രട്ടറി മുങ്ങിയത്. രതീഷിന്റെ റിയൽ എസ്റ്റേറ്റ് പങ്കാളികളായ 3 പേരെ അറസ്റ്റ് ചെയ്തതൊഴിച്ചാൽ മറ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 കാസർഗോഡ്.